വിനേഷ് കുഞ്ഞിരാമനും അനൂപ് ഷൺമുഖനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ഗൈസ്. അപ്പോൾ വിനേഷ് കുഞ്ഞിരാമൻ, ട്രാൻസ്ഫറിന് ഇനിയിപ്പോൾ ഊഹാപോഹങ്ങളുടെയോ സംശയങ്ങളുടെയോ ഒന്നും ഒരു ബാക്കപ്പ് വേണ്ട, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് എന്നതുകൂടി നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാം. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ആവേശത്തിലെ പാട്ടുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു വി സാംസനെ സ്വാഗതം ചെയ്യുന്നത്. അത്രത്തോളം ആവേശം തമിഴ് ആരാധകർക്ക്, അതായത് ചെന്നൈ ആരാധകർക്ക്, ഇന്ത്യയിലെമ്പാടുമുള്ള ചെന്നൈ ആരാധകർക്ക് ഉണ്ട് എന്നുള്ളത് ആ ഒറ്റ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. അതായത് പയ്യനായി തുടങ്ങി ചേട്ടനായി വരുന്ന സഞ്ജു വി സാംസനെ അവരുടെ സ്വന്തം ചേട്ടനായി കൊണ്ട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നേരത്തെ തന്നെ ഈ കരാറിന്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ആയിരുന്നുവെങ്കിലും എന്തുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപനം വൈകുന്നു എന്നുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിന്റെ വരവ് ഔദ്യോഗികമായി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട്, ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കുന്നു. തൊട്ടു പിന്നാലെ രാജസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു യാത്രാമൊഴി വീഡിയോയും, രാജസ്ഥാന് എന്തായിരുന്നു സഞ്ജു സാംസൺ എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ, ഹല്ലാബോൾ, ആ ഒരു വീഡിയോയും കൂടി രാജസ്ഥാന്റെ ഭാഗത്തു നിന്നുകൂടി വന്നതോടുകൂടി അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. കാരണം സമ്പന്നമായ ഒരു IPL കരിയർ, അത് രാജസ്ഥാന്റെ കൂടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ തന്നെയും രാജസ്ഥാന്റെ കൂടെ നിന്ന സഞ്ജു വി സാംസൺ ഇനിയിപ്പോൾ തലയുടെ പിൻഗാമിയായി തലവര മാറ്റാനായിക്കൊണ്ട് വരികയാണ്. സഞ്ജു വി സാംസൺ ചെന്നൈയിൽ നമ്മുടെ അയൽപ്പക്കത്തേക്കാണ് പോകുന്നത്. കുറച്ചുകൂടി എളുപ്പമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പയ്യനായി മാറുകയാണ്. താങ്ക് യു വിനേഷ്. അനൂപ് ഷൺമുഖനുണ്ട്. അനൂപ് ഷൺമുഖൻ, 18 കോടിക്ക് എടുത്തിരിക്കുന്ന റോൾ എന്താകും ചെന്നൈയിൽ? സുജയ, തീർച്ചയായിട്ടും വലിയ ഒരു അവസരം തുറന്നു കൊടുത്തിരിക്കുകയാണ് സഞ്ജു സാംസന് വേണ്ടി. ഈ ഡീലിനെ ഇപ്പോൾ ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിക്കുന്നത് 3-in-1 കോൺട്രാക്ട് എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, സഞ്ജുവിനെ കാത്തിരിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് അതിന് കാരണമായി പറയുന്നത്. എന്താണ് സഞ്ജുവിന് ചെന്നൈയിലെ റോൾ എന്ന് ചോദിച്ചാൽ, ഒരു 18 കോടി മുടക്കിയതിലൂടെ 3 പ്രശ്നങ്ങൾക്ക് ഒറ്റയടിക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് പരിഹാരം കണ്ടിരിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്ന്, അവരുടെ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള ഓപ്പണിങ്ങിലെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിലെ ഒരു സ്ഥിരതയുള്ള ബാറ്റ്സ്മാൻ, ആക്രമണകാരിയായ ബാറ്റ്സ്മാനെ വേണമായിരുന്നു. അത് പരിഹരിക്കപ്പെടുന്നു. ധോണിക്ക് ശേഷം ആര്? ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് 18 കോടിയുടെ കൂടെ സഞ്ജു അങ്ങോട്ട് എത്തുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് നമ്മൾ ഏറെക്കാലമായി കേട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യം ആയിരുന്നു അത്, ധോണിക്ക് ശേഷം ആര് ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആകും എന്നുള്ളത്. ആ ഒരു സാധ്യത വലിയൊരളവോളം വഴിമാറിപ്പോയെങ്കിലും ചെന്നൈയിലേക്ക് വരുമ്പോൾ, ധോണിയുടെ സ്വന്തം ടീമിലേക്ക് വരുമ്പോൾ ആ ഒരു സാധ്യത, ധോണിയുടെ പിൻഗാമി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവ് മാത്രമാണ് അവിടെ വരുന്നത്. മറ്റാരുമല്ല, അത് മലയാളിയായ സഞ്ജു സാംസൺ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വിനേഷ് കുഞ്ഞിരാമനും അനൂപ് ഷൺമുഖനും പങ്കുവച്ചിരിക്കുന്നത്.